ചെലവ് കുറയ്ക്കാൻ കടുത്ത തീരുമാനം. പൊതുമരാമത്ത് വകുപ്പിൽ 18 ഡ്രൈവർ തസ്തികകൾ ഒഴിവാക്കി. കാലപ്പഴക്കം മൂലം കട്ടപ്പുറത്തായ വണ്ടികളുള്ള ഓഫീസുകളിൽ അടക്കം ഇനി സ്ഥിരം ഡ്രൈവർമാർ വേണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ്. സംസ്ഥാനത്തെ 18 ഓഫീസുകളിൽ നിന്ന് ഡ്രൈവർ തസ്തികകൾ ഒഴിവാക്കി. വകുപ്പിന് കീഴിൽ വിവിധ ജില്ലകളിലുള്ള മറ്റ് ഓഫീസുകളിലേക്ക് ഇവ പുനഃക്രമീകരിച്ചു. പാലക്കാട് ദേശീയപാത ഉപവിഭാഗം, ഷൊർണൂർ കെട്ടിട വിഭാഗം എന്നീ ഓഫീസുകളിലെ തസ്തികകളും പുനഃക്രമീകരിച്ചവയിലുണ്ട്. വാഹനങ്ങളില്ലാത്ത ഓഫീസുകൾക്ക് പുതിയ വണ്ടികൾ നൽകുന്നതിൽ സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് നടപടി. പകരം കരാറിലോ പാട്ടവ്യവസ്ഥയിലോ വണ്ടികൾ ലഭ്യമാക്കാൻ സ്ഥാപന മേലധികാരികൾക്ക് അനുമതിയും നൽകി. വാഹനമില്ലാത്ത ഓഫീസുകളിൽ വാടകയ്ക്ക് വണ്ടിയെടുത്താണ് സ്ഥിരം തസ്തികയിലുള്ള ഡ്രൈവർമാരുടെ സേവനം ഉപയോഗപ്പെടുത്തി വരുന്നത്. ഇതിനിടെ ചെലവ് ചുരുക്കുന്നതിന്റെ ഭാഗമായി വാഹനത്തിനൊപ്പം ഡ്രൈവറെ കൂടെ ഉൾപ്പെടുത്തിയുള്ള സർക്കാസ് വിളിക്കുന്നതിനും അനുമതി ലഭിച്ചതോടെ സ്ഥിരം ഡ്രൈവർമാരെ കൂടുതൽ വാഹനങ്ങളിലുള്ള ഓഫീസുകളിലേക്ക് പുനർവിന്യസിക്കാൻ ധാരണയായി. പാലക്കാട് ദേശീയപാത ഉപവിഭാഗത്തിലെ ഡ്രൈവർ തസ്തിക പെരിന്തൽമണ്ണയിലെ ദേശീയപാത ഉപവിഭാഗം ഓഫീസിലേക്ക് മാറ്റിയത്. ഷൊർണൂർ കെട്ടിട വിഭാഗം ഓഫീസിലെ ഡ്രൈവറെ പാലക്കാട്ടെ പാലം നിർമ്മാണ വിഭാഗത്തിലേക്കും മാറ്റി. തിരുവനന്തപുരം റീജിയണൽ ഗുണനിലവാര നിയന്ത്രണ ലബോറട്ടറി, തിരുവനന്തപുരം നിരത്ത് പരിപാലന വിഭാഗം, ചീഫ് എഞ്ചിനീയർ ഓഫീസ് എന്നിവിടങ്ങളിലെ ഡ്രൈവർ തസ്തികയും ഒഴിവാക്കി. കണ്ണൂർ ഗുണനിലവാര നിയന്ത്രണ സബ് ഡിവിഷൻ ലാബ്, തലശ്ശേരി പാലം വിഭാഗം, രാമവർമ്മപുരത്തെ പ്രത്യേക കെട്ടിട വിഭാഗം, മാനന്തവാടി കെട്ടിട വിഭാഗം എന്നിവിടങ്ങളിലും ഇനി സ്ഥിരം ഡ്രൈവർ ഉണ്ടാവില്ല. കാഞ്ഞങ്ങാട്, കുട്ടനാട്, കണ്ണൂർ എന്നിവിടങ്ങളിലെ നിരത്ത് ഉപവിഭാഗം, ദേവികുളം, കാസർഗോഡ്, കോഴിക്കോട് എന്നിവിടങ്ങളിലെ ദേശീയപാത ഉപവിഭാഗം, തൊടുപുഴ, വയനാട് എന്നിവിടങ്ങളിലെ കെട്ടിട വിഭാഗം, പത്തനംതിട്ടയിലെ വൈദ്യുത ഉപവിഭാഗം, കണ്ണൂർ നിരത്ത് വിഭാഗം എന്നീ ഓഫീസുകളിലെ തസ്തികകളും പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി ഒഴിവാക്കിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് അധികൃതർ പറഞ്ഞു.